Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. രണ്ട് ആളുകളുള്ള രണ്ടാൾക്കാരാ കയറാറുള്ളൂ. കയറിയില്ലേ? പത്മ എന്റെ അശ്വിനി മാത്രമല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവര് വരട്ടെ, സമയം പോവും അല്ലെങ്കിൽ. ഓക്കെ, നമ്മള് എന്താ പഠിച്ചോണ്ടിരിക്കണേ? ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ തന്നെ അത് ചോദിക്കാൻ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ അതെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടാന്ന് അറിയാനാണേ. എന്താ പഠിച്ചോണ്ടിരിക്കുന്നത് നമ്മള്? ഓർമ്മയുണ്ടോ ഞാൻ എന്താ പഠിപ്പിക്കുന്നതെന്ന്? ഓർമ്മയുണ്ടോ? ഒഫ്താൽമോളജിയുടെ ഒഫ്താൽമോളജി. നമ്മള് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിച്ചു എന്ന്: മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇനി അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഡിവിഷൻസ് ആണ് OPDയും IPDയും. അതില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് OPD വിഭാഗത്തിൽ വരുന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ OPD എന്തൊക്കെ സർവീസസ് ആണ് എന്താ പറയാ പുറത്ത് അല്ലെങ്കിൽ പബ്ലിക്കിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു സർവീസസ് ഒരു OPD വിഭാഗത്തിൽ നിന്ന് ലഭ്യമാണ്, അതിന്റെ വിവിധ സേവനങ്ങൾ, അതായത് വിവിധ വിഭാഗങ്ങൾ, അതായത് OPDനകത്ത് വരുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു OPDനകത്ത്? അറിയാമോ? നെയിം വൈസ് എത്രണ്ണം പഠിച്ചു? ഏതൊക്കെയാ അത്? കാഷ്വാലിറ്റി പഠിച്ചു അല്ലേ? അറിയ കാർഡിയോളജി, അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഡെർമറ്റോളജി, ഇയർ നോസ് ആൻഡ് ത്രോട്ട്, ENT, എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗാസ്ട്രോഎൻട്രോളജി, ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ന്യൂറോളജി, നെഫ്രോളജി, നെഫ്രോളജി, ഓൺകോളജി, ഒഫ്താൽമോളജി അല്ലേ? ഒഫ്താൽമോളജി വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ക്ലിയർ ആയിരുന്നോ? അതൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാ? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്നറിയാമോ? എവിടെയാണ് അതിന്റെ ഒറിജിൻ? എന്ത് വേർഡാ അത്? ഓർത്തോപിക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ആണ് അല്ലെ? ഗ്രീക്ക് വേർഡ് ആണ്. അതിനെ രണ്ടായിട്ട് നമ്മൾ അതിനെ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ എന്നും അതുപോലെ തന്നെ ഒപ്റ്റിക് എന്നും എന്ന് പറയുന്ന ഒപ്റ്റിക്കോ അല്ലെങ്കിൽ ഒപ്റ്റിക് എന്നും അല്ലെങ്കിൽ ഓർത്തോ, ഈ രണ്ട് എന്താ പറയാ ഇതായിട്ട് കഷ്ണമായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഓർത്തോ എന്നതിന്റെ മീനിങ് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓർത്തോ? സ്ട്രെയിറ്റ്, നേരെയുള്ളത് എന്നർത്ഥം. ആൻഡ് ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഒപ്റ്റിക്കോസ് അതെ, അതായത് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. ഈ ഒരു വിഭാഗത്തിൽ, ഓഫ്താൽമോളജി വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലം ആണ് ബൈനോക്കുലർ വിഷൻ. അത് സാധാരണ കുട്ടികളിൽ നിന്ന് തുടങ്ങി, അതായത് ഇൻഫന്റ് കൊച്ചുകുട്ടികളിലൊക്കെ
ജനിച്ച് കുറച്ച് നാളുകളൊക്കെ കഴിയുമ്പോൾ തന്നെ കുട്ടികളെ ശീലിപ്പിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാനായിട്ട്. ചില കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കും അല്ലെ, ഇങ്ങനെ അതിന്റെ എന്താ പറയുക നമ്മുടെ കണ്ണിന്റെ ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കും. അത് കുറെ നമ്മള് അവരെ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ കൊച്ചുകുട്ടിലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ സൈഡിലേക്കും അവിടെ ഇവിടേക്കൊക്കെ നമ്മൾ സാധനങ്ങൾ മാറ്റി ഒബ്ജക്റ്റുകളൊക്കെ കാണിച്ച് കുട്ടികളുടെ വിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരിടയ്ക്കൊക്കെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണത് ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ കാണിക്കാറുണ്ട് അല്ലെ. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്ന ഒരു ഇതിന്റെയൊക്കെ ആ സംഭവമൊക്കെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഒഫ്താൽമോളജിയിലാണ്. ഇനി അതൊരു ഇമേജിംഗ് പ്രക്രിയയിലൂടെ, അതായത് ഒഫ്താൽമിക് അത് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഈ ഇത്തരം ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെ വൈഡ് റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റുകളും ഇവിടെയുണ്ട്. അതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ഇമേജിങ് അതായത് നമ്മുടെ കണ്ണിന്റെ ഒക്കെ എന്താ പറയാ ചില ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കണ്ണിന്റെ ഘടനകളൊക്കെ നോക്കി അതിന്റെ സ്ട്രക്ചറിലോ അതിൽ മറ്റേതും കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രീനിൽ ഏതെങ്കിലും മോണിറ്ററിൽ അത് പതിപ്പിച്ച് അതിലൂടെ അത് മനസ്സിലാക്കിയാണ് ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിചയപ്പെടാം. ഏതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്? ഏതാണ്? ഓർത്തോപെഡിക്സ് അല്ലെ. ക്ലാസ് ചെയ്തിട്ടില്ല. കാണണ്ടോ? ക്ലാസ് നോട്ട് കാണണ്ടോ? കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മള് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഓർത്തോപെഡിക്സ് അല്ലെ. ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓർത്തോപെഡിക്സ്? കേട്ടിട്ടുണ്ടോ? നമ്മളുടെ മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മസ്കുലർ സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മസിൽസ്, നമ്മളുടെ അസ്ഥി, അതായത് സ്കെലിറ്റലിന് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, ഡയഗ്നോസിസുകൾ, പ്രിവെൻഷൻ ഓഫ് എനി പ്രോബ്ലംസ്. അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയും അതിന്റെ ഡയഗ്നോസിസും, ചിലപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ മസിൽസിനും അതുപോലെ തന്നെ നമ്മളുടെ പല അസ്ഥികൾക്കും ഒക്കെ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല പലതരത്തിലുള്ള റീപ്ലേസ്മെന്റ്, ഇന്ന് ഒരുപാട് റേഞ്ച് ഓഫ് റീപ്ലേസ്മെന്റ് ഫെസിലിറ്റീസും ഈ ഒരു വിഭാഗത്തിൽ ലഭ്യമാണ്. ഹിപ്പ് റീപ്ലേസ്മെന്റ് ഓഫ് ബോൺസ്, എല്ലുകളുടെ അസ്ഥികളൊക്കെ മെയിൻ പാർട്ട് ഓഫ് നമ്മുടെ ബോഡിയിലെ എല്ലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്ത് സ്ഥാപിക്കേണ്ടി വരും. പിന്നെ എന്താ പറയാ, നമ്മുടെ മുട്ടിന്റെ ക്യാപ്പ്, അതായത് നീ ക്യാപ്പ്, മുട്ടിന്റെ ചിരട്ട എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ് ഇതൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലംസിന്റെയും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് ട്രീറ്റ്മെന്റ് വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ഓഫ് ബോൺസ്. ബോൺ ആണ് BONES എന്നാണ്
BONUS എന്ന് നിങ്ങൾക്ക് അവിടെ നോട്ടിൽ കാണാൻ, തിരുത്തി എഴുതണേ. BONES, ബോണസ് അല്ല, ബോൺസ്, അസ്ഥികൾ. മസിൽസ്, ടെൻഡൻസ്, അതായത് കാലിലൊക്കെ ഒരു തരം ഞരമ്പുണ്ട്. ടെൻഡൻ എന്ന് പറയുന്നത് അതാണ്, അതായത് നമ്മുടെ കാലില് ഈ എന്താ പറയാ, എവിടെയാണ് ഉണ്ടാകുക, അതിന് മലയാളത്തില് ദശനാര്, ചലന ഞരമ്പ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇത് നമ്മൾ ചലിപ്പിക്കുമ്പോ ഒരു തരം ഞരമ്പുണ്ട്, അതിന് സഹായകമായിട്ടുള്ളത് ആണ് ചലന ഞരമ്പ്, അതാണ് ടെൻഡൻസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ മുട്ടിന്റെ എന്താ പറയാ ബാക്ക് സൈഡില് ഒരു 4 പെയേഴ്സ് ഓഫ്, ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഈ ലിഗ്മെന്റിന് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന വീഴ്ചയൊക്കെ ഇവരുടെ ലിഗ്മെന്റ് പ്രോബ്ലംസിനൊക്കെ കാരണമാകും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ റീപ്ലേസിംഗ് ഓഫ് ബോൺസ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉൾപ്പെടെ ഏത് രീതിയിലുള്ള മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിന്റെയും ഒരു എന്താ പറയാ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഓർത്തോപെഡിക്സ് വിഭാഗത്തിൽ നടക്കുക. പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മസ്കുലോസ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മസിൽസ് ആൻഡ് സ്കെലിറ്റൻസ്, ദാറ്റ് മീൻസ് ബോൺസ് ആണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. ബോൺസ് റീപ്ലേസ്മെന്റും ഇതിനകത്ത് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. ക്ലിയർ ആയോ? ആ വാക്കൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്കുക കേട്ടോ. എന്താ പറയാ, ഓർത്തോപെഡിക്സിൽ വരുന്നതാണ് ടെൻഡൻ, TENDON, ചലന ഞരമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ചലന ഞരമ്പ് വെറുതെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചലന ഞരമ്പ്, അതാണ് ടെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ലിഗ്മെന്റ് മുട്ടുകാലിലുള്ളതാണ് കേട്ടോ. അത് മുട്ടുകാലില് ഉണ്ടാകുന്ന ഒരു 4 എന്താ പറയാ, ഒരു ഇതുപോലെ ഒരു സംഭവം ഉണ്ട് നമ്മളുടെ ക്യാപ്പിന്റെ ഒക്കെ ഇപ്പുറത്ത് വശത്തായിട്ട്. മുട്ടുകാലിൽ ഉണ്ടാകുന്ന ഒരു അസ്ഥി പോലത്തെ സംഭവമാണ്. അപ്പൊ ലിഗ്മെന്റ് പ്രോബ്ലംസ് ഇത്തരം ആളുകളിൽ ഉണ്ടാകുന്നത് സ്പോർട്സ് പേഴ്സൺസിലാണ് കൂടുതലും ഇത് ലിഗ്മെന്റ് പ്രോബ്ലംസ് കാണപ്പെടുക. കാരണം അവരാണ് എപ്പോഴും ഭയങ്കര എന്താ പറയാ കായിക ശേഷിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഓട്ടത്തിലോ അല്ലെങ്കിൽ വലിയ ആഘാതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം ഫ്രാക്ഷൻസും അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻസും ഈ ഒരു വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ മുട്ടുകാലിലൊക്കെ പല തരത്തിലുള്ള ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാം. ഇവിടെ കയ്യൊക്കെ ഇങ്ങനെ ഇടിച്ചു കുത്തിയൊക്കെ വീഴുമ്പോൾ ഇവിടെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ജോയിന്റ് പ്രോബ്ലംസ്, എന്താ പറയുക മസിൽ പ്രോബ്ലംസ്, ബോണ്ട് പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെട്ടത്. കിട്ടിയോ? തിരുത്തി എഴുതിയോ എല്ലാവരും? ബോണസ് എന്ന വാക്ക് മാറ്റി ബോൺസ് എന്നാക്കിയോ? നമ്മൾ തിരുത്തിയില്ലേ, കുറച്ചിടങ്ങ് ഇവിടെ ഇങ്ങനെ ബോണസ് കയറി വന്നെന്ന് വിചാരിക്കേ. ഇത് ബോണസ് എന്ന് അവര് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ബോൺസ് എന്ന് ആക്കാം. യെസ്, അടുത്ത വിഭാഗം ഏതാണ്? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി. എന്താണ് നിയോനാറ്റോളജി അല്ലെങ്കിൽ പീഡിയാട്രിക്സ്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കാം? Generally, this department provides എന്താ പറയാ ട്രീറ്റ്മെന്റ് ഫോർ സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ. കൂടുതലും ചെറിയ കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും, ഇത് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ, ഇൻഫന്റ് എന്ന് പറയുന്നത് ശിശുക്കളും അതുപോലെ തന്നെ ഇച്ചിരി മുതിർന്ന കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന. നമ്മൾ പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ പീഡിയാട്രിക്സ് ഈസ് കോൾഡ് പീഡിയാട്രീഷ്യൻ. പീഡിയാട്രിക്സ് വിഭാഗത്തിൽ സ്പെഷ്യലൈസേഷൻ കിട്ടിയ ഡോക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീഡിയാട്രീഷ്യൻ. ഇവിടെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ നമുക്ക് കിട്ടുന്നതാണ്. നിയോനാറ്റോളജി ഈസ് എ സബ് സ്പെഷ്യാലിറ്റി. എന്നാൽ ഈ ഒരു പീഡിയാട്രിക്സ് വിഭാഗത്തിൽ വരുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റി, അതിന്റെ ഒരു താഴെ വരുന്ന ഒരു സബാണെന്ന് പറയും. ഇതിന്റെ സബാണ് പീഡിയാട്രിക്സിന്റെ ഒരു സബായിട്ട് വരുന്ന ഒരു എന്താ പറയാ മെഡിക്കൽ കെയർ യൂണിറ്റ് ആണ് നിയോനാറ്റോളജി, വിച്ച് ഈസ് മെന്റ് ഫോർ ന്യൂ ബോൺ ബേബി. അതായത് കൊച്ചു കുട്ടികൾ ജനിക്കുന്ന അപ്പൊ തന്നെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, എസ്പെഷ്യലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ, ആൻഡ് ഓൾസോ പ്രീമിച്വർ ബേബീസിനും ഒക്കെ. ന്യൂ ബോൺ ബേബീസ് ഉണ്ടാകുന്നത് ചിലപ്പോ എന്താ പറയാ കംപ്ലീറ്റ് ആ ഒരു സ്പാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്. പ്രഗ്നൻസി പീരീഡ് ഇത്ര സമയമാണ്, 9 months, 9 എന്താ പറയാ ഡേയ്സ്, 9 എന്താ പറയാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, മിനിറ്റ്സ് ഒക്കെ പറയും. അപ്പൊ അതുപോലെ ആ ഒരു കംപ്ലീറ്റ് സ്പാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ
ചിലപ്പോഴൊക്കെ ബേബി പുറത്ത് വരാൻ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ പുറത്തെടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീമെച്യൂർ ബേബീസ് എന്ന് വിളിക്കുക. 6 monthsലും 7 monthsലും ഒക്കെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാറ്. അപ്പൊ അത്തരം കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കണം. കാരണം 2 മാസം കൂടി അവർ അവിടെ അകത്ത് കിടക്കേണ്ടവരായിരുന്നു. അവർ അമ്മയിൽ നിന്ന് കിട്ടേണ്ട ഒത്തിരി സാധനങ്ങളൊക്കെ അവർക്ക് അങ്ങനെ കിട്ടണം. ജനിച്ചു വരുന്ന കുഞ്ഞു വിഭാഗങ്ങൾക്ക് നമുക്ക് പുറത്ത് വരുമ്പോ പ്രോട്ടീൻസും മിനറൽസും കുറെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ വന്നാലും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ബേബീസിന് ന്യൂബോൺ ഇൻഫൻസിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവരെ കെയർ ചെയ്യേണ്ടതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ നിയോനറ്റോളജി ഒരു സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പീഡിയാട്രിക്സിന്റെ ഒരു സബ് വിഭാഗമാണ് നിയോനറ്റോളജി, വിച്ച് ഇസ് സ്പെഷ്യലി മെന്റ് ഫോർ ദ ഇൽ ഓർ പ്രീമച്യൂർ ഇൻഫൻസ്. പ്രീമച്യൂർ ആയിട്ടുണ്ടാകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വയ്യാതെ വരുന്ന ന്യൂബോൺ ആയിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ഇപ്പൊ ഇഫ് ദേ നീഡ് സം ഇന്റൻസീവ് കെയർ, ഇവർക്ക് വളരെയധികം ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഇത്തരം ന്യൂബോൺ ബേബീസിനെയൊക്കെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെയർ യൂണിറ്റ് ഉണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU എന്നറിയപ്പെടുന്നത്. സാധാരണ ICUവിൽ കിടത്തിയിട്ട് കാര്യമില്ല, അവിടെ വലിയ ആളുകളെയൊക്കെ കിടത്തുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ വലിയവർക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളോ അവരൊക്കെ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുപോയി ഇത്രയും ന്യൂ ബോൺ ബേബീസിനൊക്കെ നമുക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. അവർക്ക് റെസിസ്റ്റിംഗ് പവർക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ എന്തെങ്കിലും ചെറിയ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഈ കുട്ടികളിലേക്ക് ബാധിക്കാനും പല എന്താ പറയാ വലിയ ഇതിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം നിയോനാറ്റൽ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ കെയർ ഈസ് ഗിവൺ ടു ദ ബേബീസ് ഹു ആർ പ്രീമെച്യൂർഡ് ആയിട്ട് ബോൺ ചെയ്ത, പിന്നെ മാത്രമല്ല ഭയങ്കര ലോ വെയിറ്റ്, ബെർത്ത് കൊണ്ട് തന്നെ ജനിച്ചപ്പോഴേ ഒരുപാട് ഭാരക്കുറവ് കൊണ്ട് പിന്നെ എന്താ പറയാ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് ഡിറ്റാഷൻ, അതായത് എന്താ പറയാ കുട്ടിയെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അകത്ത് കിടക്കുമ്പോഴും ആ വെയിറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, കുട്ടികൾ എന്താ പറയാ അധികം വെയിറ്റ് വെക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധനയാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് ഡിറ്റാഷൻ എന്ന് പറയുന്നത്. അതായത് വയറ്റിലായിരിക്കുമ്പോൾ കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ചയില്ല, വളർച്ചക്കുറവെന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. അതാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് ഡിറ്റാഷൻ. പിന്നെ എന്താ പറയാ ബർത്ത് ഡിഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും, ഈ പീഡിയാട്രിക്സ് വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല പീഡിയാട്രിക് സർജറി ഈസ് ഓൾസോ മെയ്ഡ് in this department. All surgical treatments which are given to the children who are up to the age of 15 years. ഏകദേശം 15 വയസ്സോളം വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ട സർജറീസും ഈ ഒരു പീഡിയാട്രിക് സർജറി വിഭാഗത്തില് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അത്രയാണ്. അപ്പൊ 15 വയസ്സ് വരെയൊക്കെ സാധാരണ കുട്ടികൾ എന്ന് പറയുമ്പോൾ 15 വയസ്സിന് താഴെയൊക്കെ വരെ. പക്ഷെ ചിലരൊക്കെ ആ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മളിപ്പോ ഒരു പനി ചുമയൊക്കെ വരുമ്പോ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു, കുഞ്ഞായിരുന്നപ്പോ ചിലപ്പോ ജനിച്ചപ്പോ തുടങ്ങി കാണിക്കുന്ന ഡോക്ടറായിരിക്കാം പീഡിയാട്രീഷ്യൻ. അങ്ങോരുടെ അടുത്ത് തന്നെ പിന്നെ കൊണ്ടുപോയി 18 വയസ്സായാലും ചിലപ്പോൾ 20 വയസ്സായാലും നമ്മള് എന്തെങ്കിലും വയ്യായിട്ട് വരുമ്പോ വേഗം അവിടേക്കാ കൊണ്ടുപോകുക. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായെങ്കിൽ, അല്ല അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ചില എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പിന്നെ ആയിരിക്കും മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല കുറച്ചുകൂടിയൊക്കെ പ്രായം അങ്ങനെ ആവുമ്പോഴാണ് 10-22 വയസ്സൊക്കെ പിള്ളേർ തന്നെ സ്വന്തമായിട്ട് പറയും, പിന്നെ ഇപ്പോഴും പീഡിയാട്രീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയല്ലേ കൊച്ചുകുട്ടികളെ ചികിത്സിക്കുന്നിടത്താണോ ഞങ്ങളെ കാണിക്കുക. അവര് തന്നെ ചിലപ്പോൾ ആവശ്യപ്പെടും ഇങ്ങോട്ട് പോകാനുള്ള അവർക്കൊരു നടക്കേടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കുട്ടികൾ തന്നെയാണല്ലോ, ഒരു പ്രായം വരെയൊക്കെ നമ്മൾ അവരെ അങ്ങനെ തന്നെയാണ് വിചാരിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ ആണെങ്കിൽ 15 years ഓൾഡ് വരെയുള്ള കുട്ടികൾക്ക് പീഡിയാട്രിക് സർജറീസ് ഓൾസോ വിൽ ബി ഗിവൺ. അവിടെ ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് കെയർ ഫോർ സിക്ക് ഇൽനസ് ആൻഡ് എന്താ പറയാ ഫോർ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ അല്ലെ, കൊച്ചുകുട്ടികൾക്ക് ശിശുക്കൾക്കൊക്കെ കെയർ കൊടുക്കുന്ന ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറഞ്ഞു. നിയോനാറ്റോളജി ഈസ് എ സ്പെഷ്യൽ കെയർ ഒരു സബ് സ്പെഷ്യൽ യൂണിറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രീമെച്യൂർ ബേബീസ്, അതായത് പ്രീമെച്യൂർ ആയിട്ടുണ്ടാകുന്ന ബേബീസിന് അല്ലെങ്കിൽ വളരെ തീരെ ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാകുന്ന ഇൽനെസ്സുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി. ഇത് ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി എന്താ പറയാ നീനോറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ICU തന്നെ, NICU എന്ന് പറയുന്ന ICU ഉണ്ട്. ബേബീസ് ഹു ആർ പ്രീമിച്ചേർഡ് ഓർ ലോ വെയിറ്റ്, ലോ ബർത്ത് വെയിറ്റ് കൊണ്ട് തന്നെ ബർത്ത് വെയിറ്റ് വളരെ ചെറുതായിരിക്കുന്ന ഒരവസ്ഥയിലും പിന്നെ ഇൻട്രോട്ടറൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന കുട്ടികൾ, അതായത് വയറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെയധികം ഭാരക്കുറവ്. ഇത് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുമല്ലോ, ഭാരം നോക്കും. അപ്പൊ കുട്ടിയുടെ ഇത് എത്ര കുഞ്ഞിന് അപ്പൊ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ബാധകമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വെയിറ്റ് കുഞ്ഞിന് ആവശ്യത്തിന് ഉണ്ടോ, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തു ആ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ ഒക്കെ നോക്കിയിട്ടാണ് അവര് എന്താ പറയാ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും ഡോക്ടേഴ്സ്. കാരണം ലാസ്റ്റ് വരുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി. രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നല്ല, ചെറിയ വ്യത്യാസമുണ്ട്. പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക്, എന്നാൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വിഭാഗം. അതാണ് നിയോനറ്റോളജിയിൽ വരിക. അതായത് ന്യൂബോൺ ബേബീസിന്, പ്രീമച്വർ ബേബീസിന് കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഒരു സബായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രം. അപ്പൊ അപ് ടു ദ 15 years of age സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ഗിവൺ. ഇവിടെ ഈ സർജറീസും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സർജറീസും ഇവിടെ ലഭ്യമായിരിക്കും. കിട്ടിയോ? എന്താണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി എന്ന് പറഞ്ഞത്? മനസ്സിലായോ? അപ്പൊ അത് രണ്ടൊന്ന് വേഗം വായിച്ചേ. ഓർത്തോപെഡിക്സ് ആൻഡ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി എന്ന് പറയുന്നത് വേഗം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചോ? കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും അറിയാൻ പാടില്ലാത്തുണ്ടോ? സെന്റൻസ് വായിച്ചിട്ട് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ അതിനകത്ത്. മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് വൺ സൈക്യാട്രി ആണ് കേട്ടാ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. കുറച്ച് എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൈക്യാട്രി എന്ന് പറയുന്ന. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്തായിരിക്കും? കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ സൈക്യാട്രിന്ന്, അല്ലെ? ഏത് തരത്തിലുള്ള ഒരു എന്താ പറയാ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുക? എന്തിനു വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു വിഭാഗത്തിൽ നടക്കുക? കേട്ടിട്ടില്ല? സൈക്യാട്രിന്ന് കേട്ടിട്ടുള്ളത്? അതന്നെ, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അത് തന്നെയാണ് ഇവിടെ. മെന്റലി ഡിസ്റ്റർബ്ഡ് ആകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന, അവിടെ ഡയഗ്നോസിസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ആൻഡ് ഓൾസോ പ്രിവെൻഷൻ ഓഫ് ദാറ്റ് ഡിസീസ്. ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാനും കൂടി വരാതിരിക്കാനും ഒക്കെ എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസസ്. അതായത് നമ്മളുടെ ഇമോഷൻസ് എപ്പോഴും അതൊരു നോർമൽ സ്റ്റേജിലാണ്. അതേസമയം അത് ഭയങ്കരമായിട്ട് കൂടുക, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുക, ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെ പറയും നമ്മൾ അതിനെ, അല്ല? മിണ്ടാതെ അനങ്ങാതെ മൂലയ്ക്ക്, എന്തിനോടും വിരക്തി, എന്ത് കണ്ടാലും എന്തിനോടും എന്താ പറയാ സന്തോഷത്തോടെ സമീപിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വേറെ ഒരു മൂഡിലിരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകുക. അതും ഒരു നോർമൽ ലെവലിൽ നിന്ന് താഴെ പോകുന്ന ഒരു അവസ്ഥയാണ്. നോർമൽ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയാലോ അത് മറ്റൊരു പ്രശ്നമാണ്. അത് എന്താ പറയാ നമ്മുടെ ഇമോഷണൽ ബിഹേവിയറിനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെറുത് കാണുമ്പോഴേക്കും അതിന് ഭയങ്കരമായിട്ട് നമ്മൾ എതിർക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക. ഇത് അതിയായിട്ടും ആവാം, കുറഞ്ഞുമാകാം. അപ്പൊ ഇത്തരം ഇമോഷണൽസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഡിസ്റ്റർബൻസസ്, നമ്മുടെ കോഗ്നിറ്റീവ് ജന്മനാ തന്നെ ജനിച്ച സമയത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന വൈജ്ഞാനിക പ്രശ്നങ്ങളൊക്കെ, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും വികസനത്തെ, അതായത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിന്
തടസ്സം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇതൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ നമുക്ക് ഒരാളെ സംസാരിക്കുമ്പോൾ ചെറുപ്പത്തിലെ തന്നെയാണെങ്കിലും അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഒരു സാമാന്യ കോമൺ സെൻസ് ഉപയോഗിച്ച് അവർ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊടുത്തരും അല്ലെ, അത് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി ആയിട്ട്. അതിന് സമയം അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല, അല്ലെങ്കിൽ അവര് വേറെ രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ എന്ത് വ്യത്യാസമുണ്ട്? അപ്പൊ അത്തരം ഡിസ്റ്റർബൻസുകളൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല ഇവിടെ ഇത്തരം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ പ്രോബ്ലംസ് ഓഫ് സച്ച് ഇമോഷണൽ ഡിസ്റ്റർബൻസ്. ഇത്തരം ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ ആളുകൾക്ക് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യന്റിന് ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്, എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം, എന്ത് കാരണത്താലാണ്? ചിലരോടില്ല ഭയങ്കരമായിട്ട് എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണ് അത്തരം ഡിസ്റ്റർബൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഉണ്ടായത്, തന്റെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു സഡൻ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കൊണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇത്തരം ഇതിന്റെ റൂട്ട് കോസ് ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യണം. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ആൻഡ് ദേ ഹാവ് ടു ട്രീറ്റ്, അതിന് ബദലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ എന്താണെന്ന് അതിന്റെ റൂട്ട് കോസ്, അല്ലാതെ നമ്മൾ വെറുതെ കുറെ മരുന്നുകൾ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമാവില്ല. ആ എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ ഹിപ്നോട്ടിസം പോലെയുള്ള ചില ടെസ്റ്റിംഗ് രീതികളൊക്കെ പേഷ്യൻസിൽ ആളുകൾ കൊടുക്കുന്നത്. അപ്പൊ അത് നോക്കി ആ ആളുടെ ഏത് ലെവൽ ഓഫ് കാര്യമാണ് റിലേ പോയി കിടക്കണേന്ന് മനസ്സിലാക്കണം. മാത്രമല്ല എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ ചികിത്സ തുടങ്ങേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് they have to understand what are the problems faced by the patients and they have to treat the patients for that. അതിന് വേണ്ടിയിട്ടായിരുന്നു പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ മാത്രമല്ല വൈഡ് റേഞ്ച് ഓഫ് മെന്റൽ ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്, മെന്റൽ ഡിസീസസും മെന്റൽ ഡിസോർഡേഴ്സും ഒരു റേഞ്ച്, വളരെ വിശാലമായ ഒരു റേഞ്ചിൽ കിടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവര് ട്രീറ്റ് ചെയ്യുന്നുണ്ട് സൈക്യാട്രി വിഭാഗത്തില്. അതിനകത്ത് വരുന്ന ചില അസുഖങ്ങളുടെ പേരുകളാണ് ഇനി നമ്മൾ എന്തൊക്കെയാണ് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. എന്താണ്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. സൈക്കോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ മെന്റലി അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു കൗൺസിലിങ്ങിലൂടെ അവർക്ക് ഭേദമാക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോഴൊക്കെ. അപ്പൊ ഒരു കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, സൈക്യാട്രിക് പരമായ മെന്റൽ പരമായിട്ടുള്ള ഇൽനെസ്സുകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതാണത്. പിന്നെ കണ്ടക്ടിങ് IQ ടെസ്റ്റ്, ഇവരുടെ IQ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന്, അതായത് ഇവരുടെ കോമൺ സെൻസ് എത്രത്തോളം ലെവലിലുണ്ട്, ഏതുവരെ ലെവലിൽ ഇവരുടെ IQ അവിടെ കിടക്കുന്നുണ്ട്. നല്ല ബുദ്ധിയുള്ള ആളുകളായിരുന്നിരിക്കാം നേരത്തേക്ക്, പക്ഷെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭവത്തിലോ ഒരു പെർട്ടിക്കുലർ ടൈമിലോ ഒക്കെ ആണ് ഇവരുടെ ഈ ഒരു IQ ഒക്കെ ചിലപ്പോൾ അടിച്ചു പോയിട്ടുണ്ടാവും. ഭയങ്കര ഹൈ വോൾട്ടേജ് വന്നിട്ട് ചിലതൊക്കെ അടിച്ചു പോയില്ലേ, ബൾബുകൾക്കൊക്കെ നമുക്ക് അങ്ങനെ പറയാം. അതുപോലെയൊക്കെ തന്നെ ചിലപ്പോൾ ഉണ്ടായതായിരിക്കാം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത്, ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കാം അങ്ങനെ ഉണ്ടായത്. അപ്പൊ അത് എവിടം വരെയാണ് കിടക്കണതെന്നൊക്കെ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് പല രീതിയിലുള്ള ടെസ്റ്റുകളിലൂടെ IQ ടെസ്റ്റുകൾ നടത്തിയിട്ടും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ഉപരി ഇവർക്ക് ചിലപ്പോഴൊക്കെ ദേ ഹാവ് ടു ബി ഡി അഡിക്റ്റഡ്, ഇവർക്ക് ഡി അഡിക്ഷൻ സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് താമസിപ്പിച്ച് ഇതിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടിയിട്ട് മറ്റാളുകളുടെ കൂടെ ഏതെങ്കിലും തരത്തില് എന്താ പറയാ അവരെ മിങ്കിൾ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഉള്ള ചില സേവനങ്ങളും ഈ ഒരു സൈക്യാട്രി വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൈക്യാട്രി ഈസ് ദ മെഡിസിൻ വിച്ച് ഗിവ്സ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇൽനെസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഇമോഷണൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസസ്. മാത്രമല്ല ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ റീസൺസ് ഫോർ ദ പ്രോബ്ലംസ് ഓഫ് ദിസ് ഇംബാലൻസ് ഓർ ഡിസ്റ്റർബൻസ്. എന്തുകൊണ്ട് ഈ ഒരു ഡിസ്റ്റർബൻസ് or ഇംബാലൻസ് ഇവരുടെ മെന്റൽ ഹെൽത്തിന് വന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ദേ ഹാവ് ടു ഗിവ് ദ ട്രീറ്റ്മെന്റ്. And also they are giving some services which are providing psychosocial counseling കൊടുക്കുക, investigating, diagnosing and treating psychiatric illness മനസ്സിലാക്കിയിരിക്കുക, കണ്ടക്ടിങ് IQ ടെസ്റ്റുകൾ നടത്തുക, ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ, ഒന്ന് അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് പൾമനോളജിയാണ്. പൾമനോളജി എന്താണ്? ഈ പൾമനോളജി മീൻസ് നമ്മുടെ ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല റെസ്പിറേഷൻ പ്രോബ്ലംസ്, നമ്മുടെ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള
പ്രശ്നങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അത്തരം പ്രശ്നങ്ങളെ നീക്കം ചെയ്യാനുള്ള അവിടുത്തെ ട്രീറ്റ്മെന്റുകൾക്കും ഡയഗ്നോസിസിനും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി എന്നും അതിന്റെ പേരുണ്ട്, പിന്നെന്താ റെസ്പിറേറ്ററി മെഡിസിൻ എന്ന് പേരുണ്ട്, ഓർ ചെസ്റ്റ് മെഡിസിൻ. അപ്പൊ ആ എല്ലാ പേരുകളും കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടാ. എല്ലാ പേരും ചിലപ്പോൾ അതിന്റെ ഓർണൈമെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് നെയിംസ് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ, ഇതെല്ലാം പൾമനോളജി എന്ന് തന്നെ അറിയപ്പെടുന്നതാണ്. അപ്പൊ പൾമനോളജിയുടെ അതർ നെയിംസ് ആണ് റെസ്പിറോളജി, റെസ്പിറേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. കിട്ടിയോ? പൾമനോളജിയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? പൾമനോളജിയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെയാണ്. ഇനി ഇതിനകത്ത് ഈ ഒരു സിസ്റ്റത്തില് അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്സുകൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് അലർജി, ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോങ്കി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശ്വാസമൊക്കെ പോകുന്ന എയർവേ പോകുന്ന ഒരു കുഴലുണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങള്, ലങ്സ് ക്യാൻസർ എക്സെട്ര ആർ ട്രീറ്റഡ് ഹിയർ. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസീസസ് ക്യൂർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഈ ഒരു വിഭാഗത്തിലുള്ളതായിരിക്കാം, അലർജി, ബ്രോങ്കൈറ്റിസ് ആൻഡ് ലങ് ക്യാൻസർ. പിന്നെ ഇവിടെ പൾമനോളജിസ്റ്റ് ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ഡിസീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ചെസ്റ്റ്. ഈ പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നവര് അത് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത് ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഡയഗ്നോസിസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഇവര് എന്താ പറയാ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള എന്താ പറയാ ഡോക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ദേ പർട്ടിക്കുലർലി അവര് ഏതുമായിട്ടാ ഇവര് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളാണ്. അതിലും സ്പെഷ്യലി ആയിട്ട് ന്യൂമോണിയ, ആസ്മ, ട്യൂബർകുലോസിസ് അങ്ങനെയുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു ആളുകളാണ് പൾമനോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പൾമനോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ അവരുടെ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാം ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചെസ്റ്റിനകത്ത് വരുന്നത് തന്നെയാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ന്യൂമോണിയ, ആസ്മ, കഫക്കെട്ടൊക്കെ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ ന്യൂമോണിയ, ആസ്തമ അല്ലെ, ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രയാസം വരുമ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയാ ശക്തിയെടുത്ത് ശ്വാസം വലിക്കുന്നതൊക്കെയാണ്. പിന്നെ ട്യൂബർകുലോസിസ് അതും അറിയാം, ക്ഷയം നമ്മൾ പറയും. അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ചുമയൊക്കെ ഒരുപാട് നാളൊക്കെ മാറാതൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ചുമച്ചൊക്കെ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ദീസ് വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ ട്രീറ്റ്മെന്റ് ആർ പ്രൊവൈഡഡ് ബൈ ദ പൾമനോളജിസ്റ്റുകളാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 2-3 കാര്യങ്ങളാണ് പൾമനോളജി എന്ന് പറയുന്നത്. ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ. ഇങ്ങനെ 3 പേര് വേറെയും ഉണ്ട് ഇതിന്. ഇവിടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അലർജി, ബ്രോങ്കൈറ്റിസ് ആൻഡ് ലങ്സ് ക്യാൻസർ ആണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകൾ. സ്പെഷ്യലി ഇതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്. ബട്ട് ഓൾസോ പൾമനോളജിസ്റ്റ് ഡീൽ വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വളരെയധികം ഡീൽ ചെയ്യുന്നുണ്ട്. അത് സച്ച് ആസ് ട്യൂബർകുലോസിസ്, ആസ്മ, എന്താ പറയാ ന്യൂമോണിയ, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉൾപ്പെടെ എല്ലാം ഈ ഒരു പൾമനോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുകളാണ്, ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത് അണ്ടർ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? തന്നെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. ഇത്രയും പറയാനായിട്ട് ഓരോ കുഞ്ഞു ഡിപ്പാർട്ട്മെന്റുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം ലാസ്റ്റ് ക്ലാസ് കഴിയുന്നത്. നമ്മളെ ഇടയിൽ എഴുതാൻ നിന്നാൽ നമ്മുടെ ടോപ്പിക് അവിടെ തീരില്ല, അത് കുറച്ച് ഇതായിപ്പോ. അപ്പൊ നോക്കാം, നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് നോക്കാം. ഏതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്? വായിച്ചു നോക്കിയേ, പരിചയമുണ്ടോ? പ്ലാസ്റ്റിക് സർജറി കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് സർജറിന്ന് എന്തോ പറഞ്ഞു? അങ്ങനെയൊക്കെ തൊലിയൊക്കെ എടുത്തിട്ട്. അതെ അത് ശരിയാണ്, കറക്റ്റ് ആണ്, വളരെ വെരി ഗുഡ്. അപ്പൊ ഇല്ല, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും തരത്തില് പല ആക്സിഡന്റ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡന്റ് ആണ് കോമൺലി, എന്തും ആക്സിഡന്റ് ആണല്ലോ വരുന്നത്. നമ്മളുടെ നോർമൽ അല്ലാതെ നടക്കുന്നത് എന്നും തന്നെ ആക്സിഡന്റ്. അപ്പൊ ഇത്തരം ആക്സിഡന്റ് പോലെയുള്ള ചില ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്തിലൊക്കെ ഷേപ്പ്ലെസ് ആയി പോകുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിന് ഡിഫക്റ്റുകൾ സംഭവിക്കുക. ഇൻ സച്ച് കേസ് ആ ഒരു സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇന്ന് ഒത്തിരി ആളുകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളെപ്പോഴും സൗന്ദര്യത്തോടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സൗന്ദര്യത്തോടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ആൻഡ് ഓൾസോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സാധാരണ ഒരു
നോർമൽ പേഴ്സണിന്റെ പോലെയാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് നമ്മുടെ ശരീരത്തിലോ മുഖത്തിനോ ഭാഗത്തിനോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നോക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പൊ പൊള്ളലുകൾ ഉണ്ടാകുക, പൊള്ളുക, പിന്നെ കൈയും കാലും ഒക്കെ ഒടിയുക, അല്ലെങ്കിൽ ഒത്തിരി മാംസമൊക്കെ പോയിട്ടൊക്കെ ആക്സിഡന്റിലൂടെയൊക്കെ പോവുക, അവിടെയൊക്കെ നോർമൽ നമ്മുടെ സാധാരണ സ്കിൻ പോലെ ആക്കാനും നമ്മുടെ നോർമൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സർജിക്കൽ. ഇത് സാധാരണയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. അതായത് ഇവിടെ വേറെ മരുന്നുകൊണ്ട് ചികിത്സിച്ചത് നടക്കുന്ന കാര്യമല്ല. ഇത് അകത്തേക്ക് കഴിക്കാനൊന്നും കൊടുക്കുന്നിട്ട് നമുക്ക് ഈ ഒരു പ്രീവിയസ് സ്റ്റേജിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റില്ല. സർജറി ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഫോക്കസ് ഓൺ സർജിക്കൽ റിപ്പയർമെന്റാ ശരിക്കും നടക്കാം. അവിടെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യില്ലേ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല മെഷീൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ ലേച്ച് കെട്ടിയോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തോ അല്ലെങ്കിൽ എന്താ പറയാ പോളിഷ് ചെയ്തോ ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില കേടുപാടുകളൊക്കെ സർജറിയിലൂടെ റിപ്പയർ ചെയ്ത് ഫങ്ഷനിങ് കറക്റ്റ് ആക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ട്രീറ്റ്മെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നടക്കാം. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ. പക്ഷെ ഈ നമ്മുടെ പ്ലാസ്റ്റിക് സർജറിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്നും കോസ്മെറ്റിക് സർജറി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല സ്ട്രക്ചേഴ്സിന്റെയും ഫങ്ഷനിങ് അല്ല, ഒരു എന്താ പറയുക സ്ട്രക്ചർ നോർമൽ അല്ലാത്ത സ്ഥിതിയിൽ വരുമ്പോൾ അതിനെ ആ ഡിഫക്റ്റുകളെ പോരായ്മകളൊക്കെ ഇല്ലാതാക്കി കറക്റ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മളുടെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് താടിയലുകളൊക്കെ നീങ്ങി വേറെ സൈഡിലേക്ക് പോവുക, അല്ലെങ്കിൽ മുഖത്തിന് ഒരു ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ ഇതൊക്കെ പോവുക, മൂക്കില് എന്തെങ്കിലും ഇത് വരിക. അപ്പൊ അതൊക്കെ എന്താ പറയാ അത്തരം പോരായ്മകൾ അതൊക്കെ ഒരു അപ്പിയറൻസിൽ ബാധിക്കുന്ന സംഭവമാണ് അല്ല. നമ്മുടെ അപ്പിയറൻസിന്റെ നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ നമുക്ക് ആളുകളെ സമീപിക്കാനായിട്ട്. അപ്പൊ നമ്മളുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആളുകളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കുകയും ചെയ്യും എന്ത് പറ്റിയതാ, എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഇൻസിഡന്റ് കഴിയുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് സർജറി കൂടി അതിന് പൈസ ചെലവാകും. പക്ഷെ എങ്കിലും നമ്മളത് നോർമൽ സ്റ്റേജിലാകാൻ വേണ്ടിയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ഇല്ലാതാക്കി നോർമൽ സ്റ്റേജിൽ ഒരു ബോഡി അപ്പിയറൻസ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ ചേഞ്ചസിനെ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫക്റ്റിനെയൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു പ്ലാസ്റ്റിക് സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ. നോക്കിയേ, കറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ്, നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഫങ്ഷൻസ്, നമ്മുടെ ചില ബോഡി പാർട്സിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസ് കറക്റ്റ് ആയില്ലെങ്കിൽ അതൊക്കെ സർജറിയിലൂടെ മാറ്റി കൊടുക്കുന്ന ഒരു സർജറിയാണ് എന്തെന്ന് വിളിക്കുക റീകൺസ്ട്രക്റ്റീവ് സർജറി. എന്നാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചുള്ളതല്ല, കുറച്ചുകൂടി വലിയവർ എന്ന് വെച്ചാൽ നമ്മൾ സെലിബ്രിറ്റീസ് പോലെയുള്ള ആളുകൾ. ദാറ്റ് മീൻസ് ദേ ഹാവ് ടു അപ്പിയർ ബിഫോർ ദ പീപ്പിൾ. അവരുടെ അപ്പിയറൻസ് വളരെ ഗുഡ് ലുക്കിംഗ് ആയിരിക്കും, നല്ല ഒരു മുഖവുമായിട്ട് എപ്പോഴും നമ്മൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് സെലിബ്രിറ്റീസ് ആണ്, ഫിലിം സ്റ്റാർസുകൾ അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ അല്ലെ, അവരൊക്കെയാണ് ഇത്തരം ഈ ഒരു സർജറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും. കാരണം അവര് എന്നും അവരുടെ ഇപ്പൊ ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ യൗവനം എന്നൊക്കെ പറയും അല്ലെ, അതൊക്കെ കാത്തു സൂക്ഷിക്കണം. ബോഡി ഷേപ്സിന് വലിയ കോട്ടം തെറ്റാൻ പാടില്ല. അവരുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അത് എന്താ പറയാ ഏജിങ് കൊണ്ട് അതിന് എന്താ പറയാ റിംഗ്ലിങ്സ് ഒന്നും വരാതിരിക്കണം. എപ്പോഴും ബ്രൈറ്റ് ആയിട്ടിരിക്കണം, വെളുത്തിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ. തുടുത്തിരിക്കണം, എന്നാൽ മെലിഞ്ഞിരിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സർജറിയിലാണ്. അപ്പൊ അത് കൂടുതലും വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇത്തരം ഒരു സർജറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കോസ്മെറ്റിക് സർജറി. മറ്റേത് റീകൺസ്ട്രക്റ്റീവ് ആണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റുകളിൽ നമുക്കുണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ ഇല്ലാതാക്കുക. അപ്പൊ ഇൻസിഡന്റ് മാത്രമല്ല, ഇപ്പൊ ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ഫങ്ഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നേരാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അത്തരം സർജറികളാണ്. അപ്പൊ രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഓർക്കണം. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇംപ്രൂവ്സ് ഓർ എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കുക ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ്, അതാണ് കോസ്മെറ്റിക്. മറ്റേത് അങ്ങനെയല്ല കേട്ടോ. അപ്പിയറൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ സാധാരണ ആളുകളെ പോലെ നമ്മൾ ആകുക എന്നുള്ളത്. ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ കണ്ണിന്റെ സ്ട്രക്ചർ മാറിയിരിക്കുക, മുക്കിന്റെ സ്ട്രക്ചർ മാറിയിരിക്കുക, കൈയുടെ സ്ട്രക്ചർ മാറിയിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പ്ലാസ്റ്റിക് സർജറിയിലൂടെ, അതായത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റിയെടുക്കുന്നതാണ്. ഓക്കെ. മറ്റേത് അപ്പിയറൻസ് നന്നാക്കുക എന്നുള്ളതാണ്, ഗുഡ് ലുക്കിംഗ് ആക്കുക. എല്ലാവരുടെ മുമ്പിൽ നമ്മളൊരു ഗുഡ് ലുക്കിംഗ് പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള സർജറിയാണ്. ക്ലിയർ ആയോ? പ്ലാസ്റ്റിക് സർജറി കിട്ടിയോ?
ഓക്കെ, അടുത്തത് കൂടി നമുക്കൊന്നും കൂടെ എടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. അടുത്തത് യൂറോളജി. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തീരും. നമ്മളുടെ മെഡിക്കൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ തരംതിരിച്ചിരിക്കുന്നത് 3 ആയിട്ടാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ OPD എന്ന് പറയുന്ന സർവീസസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. ദാറ്റ് ഈസ് സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ സെക്കൻഡ് ഏതായിരുന്നു? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിക്കുന്നത്. ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഇല്ല പഠിക്കാൻ. കാരണം ഇത് ഓരോ വിഭാഗങ്ങളായതുകൊണ്ട് അവിടെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, എന്തിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് തന്നെ വീണ്ടും നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. മറ്റേത് അങ്ങനെ ഇല്ല. ഇനി നമുക്ക് ഓക്കെ, എന്താണ് യൂറോളജി? യൂറോളജി അല്ലെങ്കിൽ ആൻഡ്രോളജി രണ്ടും ഉണ്ട് ഇതിനകത്ത്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് ഫീമെയിലിന്റെയും മെയിലിന്റെയും യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. യൂറിൻ ട്രാക്ട് സിസ്റ്റം എന്ന് പറയുന്നത് യൂറിൻ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അതായത് പുരുഷന്മാരുടെ പുനരുൽപാദന, എന്താ പറയാ, പ്രത്യുൽപാദന ഓർഗൻസ് അതുമായി റിലേറ്റഡ് ആണ്. നമ്മൾ സ്ത്രീകളുടേത് ഓൾറെഡി നേരത്തെ പറഞ്ഞു. അതായത് വിഭാഗമായിരുന്നു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ. എന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് പറഞ്ഞല്ലോ? ഗൈനക്കോളജി. ഓക്കെ, വെരി ഗുഡ്. ഗൈനക്കോളജി ആണ്. അപ്പൊ നിങ്ങൾ ഉറങ്ങാനില്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറയാ, നമ്മളുടെ ഫീമെയിലിന് ഇത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ മെന്നിനും ഇതുപോലെ റിപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് സ്ത്രീകൾക്ക് മാത്രം വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അത് പുരുഷന്മാരിലുണ്ടാകാം. സോ അവർക്ക് വേണ്ടിയിട്ടും ഒരു വിഭാഗം വേണമല്ലോ. അവരുടെയും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടതും ആവശ്യമാണല്ലോ. അപ്പൊ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓക്കെ ആവുമ്പോഴാണ് അവിടെ റിപ്രൊഡക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ മെയിലിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ബാധിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിക്കുന്ന പഠനങ്ങളൊക്കെ നടത്തി അവിടെ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് യൂറോളജി എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഓർഗൻസ് വിച്ച് ദേ ആർ ഡീലിംഗ് വിത്ത്, ഏതൊക്കെ ഓർഗൻസ് ആണ് ഈ ഒരു ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്സ്, യൂറട്ടേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര, ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാണ്? കിഡ്നി, അഡ്രീനൽ ഗ്ലാൻഡ്സ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര. അത് ഓരോന്നും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. യുറട്ടർ എന്ന് പറയുന്നത് എന്താ പറയാ, കിഡ്നി അറിയാലോ. കിഡ്നി എന്താണ്? നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ജലാംശത്തിനെ വലിച്ചെടുത്ത് എന്താ പറയാ യൂറിനായിട്ട് കളയുന്ന അവസ്ഥ. അതാണ് ആ ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് എന്താണ്? ഗ്രന്ഥികളാണ് അല്ലെ. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് വൃക്കകളുടെ മുകൾ ഭാഗത്തുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു മാത്രമല്ല ഒരു ഇളം തവിട്ട് നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള അന്തസ്രാവി ഗ്രന്ഥി, അതിനെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുക. യുറേറ്റേഴ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന നാളിയാണ്, യൂറിൻ മൂത്രനാളി എന്നൊക്കെ പറയും. യുറേത്ര എന്ന് പറയുന്നത് ദ ഡക്ട് ത്രൂ വിച്ച് ദ യൂറിൻ ഈസ് ഡിസ്ചാർജ്, ചെറിയ ഇതാണ് എന്താ പറയാ ദ്വാരം, അതിനെയാണ് നമ്മള് യുറേത്ര എന്ന് വിളിക്കാം. യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് യൂറിൻ സംഭരിച്ചു വെക്കുന്ന ആ ഒരു ഇതാണ്, ആ ഒരു സാക്കാണ് യൂറിനറി ബ്ലാഡർ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇതെല്ലാം തന്നെ ഈ ഒരു വിഭാഗത്തായിരിക്കും ഇതിന്റെ ഈ ഓർഗൻസ് ഒക്കെ പെടുന്നത്. ഈ എല്ലാ തരത്തിലുള്ള ഓർഗൻസിലും ഉണ്ടാകുന്ന ഡിഫക്റ്റുകളൊക്കെ കണ്ടെത്തി പരിശോധിച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് യൂറോളജി. ഇനി യൂറോളജി ഓൾസോ കമ്പൈൻസ് ദ മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണെന്ന് എഴുതി തരാം. ഇനി മാത്രമല്ല മാനേജ്മെന്റ് ഓഫ് സർജിക്കൽ കണ്ടീഷൻസ്, അതായത് നമ്മുടെ ബ്ലാഡറിലോ അല്ലെങ്കിൽ എന്താ പറയാ പ്രോസ്റ്റേറ്റിലോ ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകും. ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഈ മെയിൽസിന്റെ, അതായത് ആണുങ്ങളുടെ പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ എന്താ പറയാ പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ക്യാൻസർ, അതിനെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക. പിന്നെ കിഡ്നി സ്റ്റോൺസ്, കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, നമുക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ. പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി,
ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന അതിശക്തമായ വീഴ്ചയിൽ ഉണ്ടാകുന്ന വലിയ ഇഞ്ചുറീസ്. ദീസ് ആർ ഓൾ ട്രീറ്റഡ് അണ്ടർ ന്യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഒരു വിഭാഗത്തായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക. അപ്പൊ മെയിൻ ആയിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിന്റെ അവയവങ്ങൾ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അവയവങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു വിഭാഗത്തിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതാനുണ്ട്, അത് നിങ്ങളൊന്ന് എഴുതി വെക്കാം. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നൊന്ന് കുറച്ച് നോട്ട് എഴുതാം. ഇന്ന് നമ്മൾ പഠിച്ചത് ആദ്യത്തേത് ഓർത്തോപെഡിക്സ് ആണ്. ഓർത്തോപെഡിക്സിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്ക് ഉണ്ട് അവിടെ, മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. ഒന്ന് എഴുതി വെക്കാം. നിങ്ങൾ എഴുതുമ്പോ, നോട്ടിലേക്ക് എഴുതുമ്പോ ഓർത്തോപെഡിക്സ് എന്ന് എഴുതാ, അതിന്റെ അകത്ത് ഒരു ചെറിയ ബുള്ളറ്റ് ഇട്ടിട്ട് എഴുതാം മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു കുത്തിട്ടിട്ട് എഴുതാം. ഓർത്തോപെഡിക്സ് എന്ന് മെയിൻ ഹെഡിങ് ചെയ്താൽ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ ഓരോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിലേക്ക് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും അതെന്നതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. റിലേറ്റ്സ് ടു മസിൽസ് MUSCLES മസിൽസ്, skeleton and includes bones joints tendons 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 etc. tendons etc. നെക്സ്റ്റ്. അപ്പൊ ടെൻഡൻസ് നേരത്തെ എന്താന്ന് ഞാൻ മലയാളത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞു. ചലന ഞരമ്പ്, ദശനാര് എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത വിഭാഗമാണ് പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി. അതിൽ നമ്മൾ ഒരു വാക്കുണ്ട് എഴുതാനായിട്ട്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനറ്റോളജി. അതിനകത്ത് ഒരു വാക്ക് നമ്മൾ പറഞ്ഞതാണ് എടുത്ത്. ഏതായിരുന്നു അത്? ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കാം. എഴുതി തരുന്ന നോട്ട് കൂടി നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ്. എക്സാമിന് അതുകൂടി വരും കേട്ടോ. അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ട് അങ്ങനെ തരുന്നത്. ഫുള്ള് വേറെ നോട്ടൊന്നും നമ്മൾ തരുന്നില്ല. ചില ടേംസുകൾ നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ വേണം എന്ന് തോന്നുന്നത് കൊണ്ട് തരുന്നതാ. അപ്പൊ അത് നമ്മൾ പഠിക്കണം. ഓക്കെ. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഹൈഫ്രട്ടത്തെ എഴുതാം. എ കണ്ടീഷൻ ഇൻ വിച്ച്. എഴുതാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടണ്ടോ? ഹലോ ഹലോ ഹലോ, സ്പീഡ് കൂടണ്ടോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, എഴുതിക്കോ. എ കണ്ടീഷൻ ഇൻ വിച്ച് എ ബേബി do not grow. A baby do not grow to normal weight. WEIGHT, normal weight during pregnancy. പ്രഗ്നൻസി പീരീഡിൽ കുട്ടിക്ക് ആവശ്യത്തിന് വളർച്ച ഇല്ലാതാകുന്ന അവസ്ഥ, അതിനെയാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത്
അടുത്തത് പ്ലാസ്റ്റിക് സർജറിയിലൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. അതിൽ നമുക്ക് കാര്യം മനസ്സിലായതാണല്ലോ. ഇതിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? പ്ലാസ്റ്റിക് സർജറിയിൽ നോക്കിയാൽ നിങ്ങള് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന നോട്ടില് ആ ഒരു എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? വായിച്ചാൽ മനസ്സിലാവുന്നതല്ലേ? എന്തെങ്കിലും ആദ്യം പറയാം, മനസ്സിലാകുന്നു. കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് യൂറോളജി ആൻഡ് ആൻഡ്രോളജിയിലുണ്ട്, എഴുതിക്കോ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അതില് ഒരു വാക്ക് എഴുതാനുണ്ട്, യൂറിനറി ട്രാക്ട് സിസ്റ്റം. എഴുതാ, യൂറിനറി ട്രാക്ട് സിസ്റ്റം. യൂറിനറി ട്രാക്ട് സിസ്റ്റം. യൂറിനറി ട്രാക്ട് സിസ്റ്റത്തില് എഴുതാം, ഇൻഫെക്ഷൻസ് caused in urine system. അതായത് മൂത്രാശയ സംബന്ധമായ അണുബാധ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. caused in urinary system, മൂത്രാശയ അണുബാധ എന്ന് മലയാളത്തിൽ പറയാം. അടുത്തത് അഡ്രിനൽ ഗ്ലാൻസ്. adrenal glands. ഹൈഫനോട്ട് എഴുതാ. The glands seen in triangle shape above the kidney. അടുത്തത് യുറേറ്റർ എന്താണെന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കട്ടെ. അത് മലയാളത്തിൽ എഴുതിയാൽ മതി. അതായത് ഭാഗമാണെന്ന് അറിയാം. മൂത്രനാളിയാണ് യുറേറ്റർ. യുറേത്ര എന്ന് പറയുന്നത് ഡക്റ്റ് ത്രൂ വിച്ച്, അതായത് ഒരു ദ്വാരം. യൂറിൻ ഡിസ്ചാർജ് ചെയ്യുന്ന ദ്വാരമാണ്. എ ഡക്റ്റ് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്, അങ്ങനെ എഴുതി വെക്കാം. യുറേത്ര, എ ഡക്റ്റ് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്. അതാണ് യുറേറ്റർ. അവയവം ഏതാണെന്ന് നോക്കിയാൽ മതി. യുറേറ്ററിന്റെ ഏറ്റവും തുമ്പത്തുള്ള ഭാഗം, പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു ചെറിയ സുഷിരം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത പ്രോസ്റ്റേറ്റ് ക്യാൻസർ. The very important organ in male reproductive system. പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ഓർഗൻ ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. The cancer caused to this prostate. ആ പ്രോസ്റ്റേറ്റ് ആണ് ആ ഭാഗത്തുണ്ടാകുന്ന, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി, ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ. The cancer caused to this prostate is called prostate cancer. ഓക്കെ, അതിനകത്തുള്ള മറ്റൊരു ഒന്നാണ് ട്രോമാറ്റിക് ഇഞ്ചുറി. എ ടിഷ്യൂ ഇഞ്ചുറി, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും കലകൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഇഞ്ചുറിയാണ്. എ ടിഷ്യൂ ഇഞ്ചുറി that occurs OCCURS, that occurs more or less
more or less suddenly due to a violence or accident. A violence, VIOLENCE, പെട്ടെന്നുണ്ടാകുന്ന ആഘാതം അല്ലെങ്കിൽ അപകടം. A violence or accident ഉണ്ടാകുന്ന ക്ഷതമാണ് ട്രോമാറ്റീവ് ഇഞ്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് എത്ര ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു? ഏതൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ പഠിച്ചിരുന്ന? ഓർത്തോപെഡിക്സ്, pediatrics and neonatology, പീഡിയാട്രിക്സ് ആൻഡ് നൈനറ്റോളജി, psychiatry, സൈക്യാട്രി, pulmonology, പൾമനോളജി, plastic surgery, പ്ലാസ്റ്റിക് സർജറി, urology and andrology. ന്യൂറോളജി ആൻഡ് ആൻഡ്രോളജി. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത് അല്ലെ? 6 ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇത്രയും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന OPD ഡിപ്പാർട്ട്മെന്റിൽ OPD സർവീസസ് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്, അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ OPDകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊരു ഹോസ്പിറ്റലുകളിലായാലും അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ ഒരു ഇതുമൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഹോസ്പിറ്റലിലും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവില്ല. അത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് വിൽ ബി വർക്കിംഗ് ദർ, അവിടെ വർക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. അപ്പൊ ബാക്കി ഇനി നമുക്ക് അപ്പൊ ആ ഒരു OPD വിഭാഗത്തിൽ വരുന്ന എന്താ പറയാ OPD സർവീസസിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. ആൻഡ് ദർ ആർ അതർ ദാൻ ദാറ്റ് ദർ ആർ അതർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ഈസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇനിയും നമുക്ക് പരിചയപ്പെടാനുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളും ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ ഇവിടം വരെ എടുത്തിടത്തോളം വരെ നന്ന ഭംഗിയായിട്ട് വായിച്ച് പഠിക്കാട്ടാ. അടുത്ത ദിവസം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലൈസേഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, ഏതൊക്കെ ഓർഗൻസ് ആണ് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് അവിടെ ട്രീറ്റ്മെന്റ് നൽകപ്പെടുന്നത്, അതിന്റെ എന്താ പറയുക സർജറി എങ്ങനെയാണ്, സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ നടത്തുന്നത് ആരാണ് എന്നൊക്കെ അങ്ങനെ പല ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിച്ചേക്കാം. പഠിക്കാലോ അല്ലെ? കുഴപ്പമുണ്ടോ? ഇല്ല, വായിച്ചു പഠിക്കൂലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു മാം. ഓക്കെ.